ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ. അൽ ബഖറയെപ്പറ്റി പ്രാരംഭാധ്യായത്തിലെ പ്രാർത്ഥനയോടെ നാം ഖുർആനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. സ്തുതികളെല്ലാം അർഹിക്കുന്നവനായ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവും പരമകാരുണികനും കരുണാനിധിയും പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനും ഒരേയൊരു ആരാധനാമൂർത്തിയും ആത്യന്തികമായ സഹായദാതാവുമായ അള്ളാഹുവിനോട് അവൻ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലൂടെ നയിക്കുവാനും അവൻ കോപിച്ചവരുടെയും വഴിതെറ്റിയവരുടെയും പാതയിൽ നിന്ന് അകറ്റുവാനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ഖുർആനിനകത്തേക്ക് കടന്നത്. നാം പടച്ചവനോട് ചോദിച്ചത് മാർഗദർശനമാണ്. അവൻ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലൂടെ നയിക്കണമെന്നാണ്. അവർ കോപിച്ചവരുടെ പാതയിൽ നിന്നും വഴിപിഴച്ചവരുടെ പന്ഥാവിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ്. നേരായ മാർഗത്തിലൂടെ ചരിക്കണമെങ്കിൽ നാഥൻ്റെ ആന്തരികവും ബാഹ്യവുമായ അനുഗ്രഹങ്ങൾ വേണം. നന്മയുടെ പാത ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടാകുന്നതാണ് ആന്തരികമായ അനുഗ്രഹം. സത്യമാർഗം കാണാനും മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ടാവുകയാണ് ബാഹ്യമായ അനുഗ്രഹം. ഈ രണ്ട് അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ടും അവയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഖുർആനിനകത്തേക്ക് പ്രവേശിക്കുന്നവരെ സമ്പൂർണമായി സംതൃപ്തമാക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ബഖറ. രണ്ടു തരം അനുഗ്രഹങ്ങളുടെയും സംഗമസ്ഥാനമാണ് ഖുർആൻ എന്ന പ്രഖ്യാപനം കൊണ്ട് ആരംഭിക്കുന്ന അൽ ബഖറ. യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ തുടർച്ചയായാണ് അനുവാചകന് അനുഭവപ്പെടുക. ആന്തരാനുഗ്രഹമായ ഭയഭക്തി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള ബാഹ്യാനുഗ്രഹമായ മാർഗദർശക വെളിപാടാണ് ഈ ഗ്രന്ഥമെന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങുന്ന അൽ ബഖറ. ഫാത്തിഹയുടെ ഒടുക്കത്തിലെ വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ദൈവികമായ മറുപടി. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്തുൽ ബഖറ. 286 ആയത്തുകളും 6201 വാക്കുകളും 25,500 അക്ഷരങ്ങളുമുള്ള ബൃഹത്തായ സൂറത്ത്. പ്രവാചകന്റെ മദീന ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് ഇതിലെ മിക്ക ആയത്തുകളും അവതരിക്കപ്പെട്ടത്. അവസാനത്തിൽ അവതരിക്കപ്പെട്ട ചുരുക്കം ചില ആയത്തുകളും ഈ അധ്യായത്തിലുണ്ട്. ആകാശാരോഹണ സന്ദർഭത്തിലാണ് ബഖറയുടെ അവസാന സൂക്തങ്ങൾ പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ടതെന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വചനങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവാചക വചനങ്ങൾ കാണാനാവുന്നത്. ആരെങ്കിലും രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അതവർക്ക് മതിയാകുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മസ്ഊദുൽ അൻസാരിയിൽ നിന്ന് ബുഖാരി അടക്കമുള്ള പ്രമുഖ ഹദീസ് സമാഹാരങ്ങളെല്ലാം നിവേദനം ചെയ്തിട്ടുണ്ട്. ബുഖാരി, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നിസായി. സൂറത്തുൽ ബഖറയുടെ പാരായണത്തിന് പ്രവാചകൻ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചതായി കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞത് താൻ കേട്ടതായി അബൂ ഉമാമ നിവേദനം ചെയ്യുന്നു. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അത് പാരായണം ചെയ്യുന്നവർക്ക് ശുപാർശകനായി വരും 2 ഉജ്ജ്വല പ്രകാശങ്ങൾ. അഥവാ സൂറത്തുൽ ബഖറയും സൂറത്ത് ആലു ഇമ്രാനും പാരായണം ചെയ്യുക. പുനരുത്ഥാന നാളിൽ അവ 2 മേഘങ്ങളോ തണലുകളോ അനുഗ്രഹീതമായ 2 പക്ഷിക്കൂട്ടങ്ങളോ ആയി അവ പാരായണം ചെയ്തവർക്ക് വേണ്ടി യാചിച്ചു കൊണ്ടുവന്നെത്തും. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. അതിനെ അവലംബിക്കുന്നത് അനുഗ്രഹവും അതിനെ അവഗണിക്കുന്നത് ദുഃഖകാരണവുമാണ്. മാരണവിദ്യക്കാർക്ക് അതിനോട് എതിരിടുവാൻ കഴിയുകയില്ല. സഹീഹ് മുസ്ലിം കിതാബ് സ്വലാത്തിൽ മുസാഫിരീന വ ഖസറിഹ. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. നിങ്ങളുടെ വീടുകൾ കബറിടങ്ങളെപ്പോലെയാക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ചെകുത്താൻ ഓടിപ്പോകുന്നു. സഹീഹ് മുസ്ലിം കിതാബ് സ്വലാത്തിൽ മുസാഫിരീന വ ഖസറിഹ. ഉസൈദ് ബിൻ ഹുദൈറിൽ നിന്ന് നിവേദനം. ഒരു രാത്രിയിൽ അദ്ദേഹം കെട്ടിയിട്ട തൻ്റെ കുതിരയ്ക്കടുത്ത് വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്തപ്പോൾ കുതിര ഭയചകിതമാകുവാനും പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനും തുടങ്ങി. പാരായണം നിർത്തിയപ്പോൾ കുതിര ശാന്തനായി. വീണ്ടും പാരായണം തുടങ്ങിയപ്പോൾ
കുതിര ഭയചകിതമാകുവാനും പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനും തുടങ്ങി. പിന്നെ പാരായണം നിർത്തിയപ്പോൾ കുതിര ശാന്തനായി. ഇത് വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ യഹിയ കുതിരയ്ക്കടുത്തുണ്ടായിരുന്നു. കുതിര അവനെ ചവിട്ടി തള്ളിയിടുമോ എന്ന് അദ്ദേഹം ഭയന്നു. മകനെ കുതിരയ്ക്കടുത്ത് നിന്ന് മാറ്റിയിട്ട് അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം അത് കണ്ടില്ല. പിറ്റേന്ന് പ്രവാചകനെ ഇതറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഹുദൈറെ നീ ഓതുക, ഇബ്നു ഹുദൈറെ നീ ഓതുക. അദ്ദേഹം മറുപടി പറഞ്ഞു, പ്രവാചകരെ, കുതിരയ്ക്കടുത്തുണ്ടായിരുന്ന എൻ്റെ മകൻ യഹിയയെ അത് ചവിട്ടിത്തള്ളി ഇടുമോ എന്ന് ഞാൻ ഭയന്നു. അതിനാൽ ഞാൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ വിളക്കുകളെപ്പോലെ തോന്നിപ്പിക്കുന്ന എന്തോ ഉള്ളടങ്ങിയ മേഘത്തെപ്പോലെയുള്ള ഒരു സാധനം ഞാൻ കണ്ടു. അത് കാണാതിരിക്കാനായി ഞാൻ അവിടെ നിന്ന് പോയി. നബി ചോദിച്ചു, അതെന്താണെന്ന് താങ്കൾക്കറിയുമോ? ഇല്ലെന്ന് ഇബ്നു ഹുദൈർ മറുപടി പറഞ്ഞു. പ്രവാചകൻ പ്രതിവചിച്ചു, താങ്കളുടെ സ്വരം കേട്ട് നിന്റെ അടുക്കലേക്ക് വന്ന മലക്കുകളാണത്. പ്രഭാതോദയം വരെ നീ അത് പാരായണം ചെയ്തിരുന്നുവെങ്കിൽ നേരം വെളുക്കുന്നത് വരെ അത് അവിടെ ഉണ്ടാകുമായിരുന്നു. അത് അപ്രത്യക്ഷമാകാത്തത് കൊണ്ട് തന്നെ ജനം അത് കാണുമായിരുന്നു. സഹീഹുൽ ബുഖാരി, കിതാബ് ഫദായിലുൽ ഖുർആൻ. ആശയ സമൃദ്ധമാണ് സൂറത്തുൽ ബഖറ. മൗലിക തത്വങ്ങൾ, വിശ്വാസ സിദ്ധാന്തങ്ങൾ, കർമ്മപരമായ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, സാരോപദേശങ്ങൾ, ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, സദാചാര മൂല്യങ്ങൾ, സന്തോഷവാർത്തകൾ, താക്കീതുകൾ എന്നിങ്ങനെ അതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ നിരവധിയാണ്. എല്ലാ വസ്തുക്കൾക്കും ഒരു പൂഞ്ഞയുണ്ട്. ഖുർആനിൻ്റെ പൂഞ്ഞ സൂറത്തുൽ ബഖറയാണെന്ന് അബൂ ഹുറൈറയിൽ നിന്ന് ജാമിഉ തിർമിദിയിലെ കിതാബ് ഫദായിലുൽ ഖുർആനിൽ ഉദ്ധരിച്ച ഈ ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ ദുർബലതയുണ്ടെങ്കിലും ഷെയ്ഖ് അൽബാനി തൻ്റെ സിൽസിലത്ത് സഹിഹയിൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദിൽ നിന്ന് സ്വീകാര്യമായ പരമ്പരയുടെ ഇതേ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് 588. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം ഇതിലെ ആശയങ്ങളുടെ സമൃദ്ധിയാകാം. ഒട്ടകത്തിൻ്റെ പൂഞ്ഞ അതിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തി ഉയർന്നു നിൽക്കുന്നത് പോലെ ഖുർആനിക ആശയങ്ങളെ ഏകദേശം സമഗ്രമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന അധ്യായമാണ് അൽ ബഖറ എന്ന് പറയാം. ആശയങ്ങളാൽ സമൃദ്ധമായ സൂറത്തുൽ ബഖറയുടെ കേന്ദ്ര പ്രമേയം എന്താണ്? ആശയങ്ങൾ ചിതറിക്കിടക്കുന്നത് പോലെ തോന്നിക്കുന്ന സൂറത്തുൽ ബഖറയ്ക്ക് ഒരു കേന്ദ്ര പ്രമേയമില്ലെന്ന് കരുതുന്നവരുണ്ടാവാം. സശ്രദ്ധമായ പഠനം അത് ശരിയല്ലെന്ന നിഗമനത്തിലാണ് നമ്മെ കൊണ്ട് ഇന്നെത്തിക്കുക. കേന്ദ്ര പ്രമേയം എന്താണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം 286 ആയത്തുകളുള്ള ഈ സൂറത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെയുണ്ട്. 143 ആയത്ത് നോക്കുക. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും ദൂതൻ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട മധ്യമ സമുദായമായുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൻ്റെ നിയോഗം പ്രഖ്യാപിക്കുന്നതാണ് ഈ വചനം. ഈ വചനത്തിന് ചുറ്റുമാണ് സൂറത്തുൽ ബഖറയിലെ മറ്റു വചനങ്ങളെല്ലാം ഭ്രമണം ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ കാണാൻ കഴിയും. സ്രഷ്ടാവിന് മാത്രമുള്ള ആരാധനയുടെ പ്രോജ്വല പ്രവാചകനായിരുന്ന ഇബ്രാഹിമിൻ്റെ മക്കളിൽ രണ്ടാമത്തവനായ ഇസ്ഹാക്കിൻ്റെ പുത്രപാരമ്പര്യത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ദൈവിക മതത്തിൻ്റെ പ്രചാരണ ദൗത്യം ഒന്നാമത്തെ മകനായ ഇസ്മായിലിൻ്റെ പുത്രപാരമ്പര്യത്തിലെ മുഹമ്മദ് നബിയിലൂടെ മുഴുവൻ മനുഷ്യരിലേക്കുമായി പറിച്ചു നടുന്നതിൻ്റെ പ്രഖ്യാപനമാണ് 143 വചനം. ഈ വചനമാണ് സൂറത്തുൽ ബഖറയുടെ കേന്ദ്ര പ്രമേയമെന്ന് പറയാവുന്നതാണ്. ഖുർആൻ സൂക്തങ്ങളുടെ വളയഘടനയെക്കുറിച്ച് ഗവേഷണം നടത്തിയവരും സൂറത്തുൽ ബഖറയുടെ കേന്ദ്രമായി സൂചിപ്പിച്ചിട്ടുള്ളത് ഈ വചനമാണ്. സൂറത്തുൽ ബഖറയിലെ മുഴുവൻ വചനങ്ങളെയും 9 വിഭാഗങ്ങളാക്കിയാൽ ആദ്യത്തെ പാതി രണ്ടാമത്തെ പാതിയുടെ നേർ പ്രതിഫലനങ്ങളായി കാണാൻ കഴിയുമെന്നാണ് ഗവേഷകനായ കുവൈറ്റ് അമേരിക്കൻ സർവകലാശാലയിലെ അറബിക് പ്രൊഫസറായ റൈമണ്ട് ഫാരിൻ തൻ്റെ പഠനത്തിൽ സമർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഭാഗീകരണം ഇങ്ങനെയാണ്: 1. വിശ്വാസവും അവിശ്വാസവും 1 മുതൽ 20 വരെ. 2. അള്ളാഹുവിൻ്റെ സൃഷ്ടിയും അറിവും 21 മുതൽ 39 വരെ. 3. ഇസ്രായേല്യർക്ക് നിയമങ്ങൾ നൽകിയത്
40 മുതൽ 103 വരെ. 4. ഇബ്രാഹിം പരീക്ഷിക്കപ്പെട്ടത് 104 മുതൽ 141 വരെ. 5. കഅബയാണ് പുതിയ ഖിബ്ല 142 മുതൽ 152 വരെ. 6. മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെടും 153 മുതൽ 177 വരെ. 7. മുസ്ലിങ്ങൾക്ക് നൽകുന്ന നിയമങ്ങൾ 178 മുതൽ 253 വരെ. 8. അള്ളാഹുവിൻ്റെ സൃഷ്ടിയും അറിവും 254 മുതൽ 284 വരെ. 9. വിശ്വാസവും അവിശ്വാസവും 285 ആയത്ത് മുതൽ 286 ആയത്ത് വരെ. ഇതിൽ 1-ാം ഭാഗവും 9-ാം ഭാഗവും വിശ്വാസവും അവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരേ വിഷയങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയെയും ജ്ഞാനത്തെയും കുറിച്ച പ്രതിപാദനങ്ങൾ വഴി 2ഉം 8ഉം സമാനമായ വിഷയങ്ങളുടെ പ്രതിഫലനമായി തീരുന്നു. 3. ഇസ്രായേല്യർക്ക് നൽകിയ നിയമങ്ങളെക്കുറിച്ചും അവിടെ അവർ കാണിച്ച അനുസരണക്കേടുകളെക്കുറിച്ചും തന്മൂലം അവർക്കുണ്ടായ കെടുതികളെക്കുറിച്ചുമാണെങ്കിൽ 7. മുസ്ലിങ്ങൾക്ക് നൽകുന്ന നിയമങ്ങളെക്കുറിച്ചും അവ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. 4. ഇബ്രാഹിം നബി അനുഭവിച്ച പരീക്ഷണങ്ങളെയും ദൈവിക സമർപ്പണം വഴി അദ്ദേഹം അവയെ നേരിട്ടത് വഴി ഉണ്ടായ വലിയ വിജയത്തെക്കുറിച്ചുമുള്ളതാണെങ്കിൽ 6. മുസ്ലിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പരീക്ഷണങ്ങളെയും ദൈവസമർപ്പണം വഴി അവയെ നേരിടുന്നത് എങ്ങനെ എന്ന പാഠത്തെയും കുറിച്ച പരാമർശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇബ്രാഹിമി പുത്രനായ ഇസ്ഹാക്കിൻ്റെ പാരമ്പര്യത്തിൽ വന്ന ഇസ്രയേലി പ്രവാചകന്മാരിൽ പലരും തങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് ഇബ്രാഹിമിൻ്റെ മറ്റൊരു പുത്രനായ ഇസ്മായിലി പാരമ്പര്യത്തിൽ നിലനിന്നു പോന്ന മനുഷ്യർക്കായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ദൈവിക ഗേഹമായ മക്കയിലെ കഅബയിലേക്കുള്ള ഖിബ്ല മാറ്റത്തിൻ്റെ പ്രഖ്യാപനമാണ് 5-ാം ഭാഗത്തിലുള്ളത്. മക്കയിലെ മുഹമ്മദിൽ നിന്ന് മദീനയിലെ മുഹമ്മദിലേക്കുള്ള മാറ്റം പ്രഖ്യാപിക്കുന്ന ഭാഗമാണിത്. ഇസ്ഹാക്കിൻ്റെ പാരമ്പര്യത്തിലുള്ള യേശുവിൻ്റെ പിൻഗാമിയായി ഇസ്മായിലിൻ്റെ മക്കളായ അറബികൾക്കിടയിൽ അറബികളെ പ്രാഥമിക സംബോധിതരാക്കി നിയോഗിക്കപ്പെട്ടവനായ മുഹമ്മദ് ഇവിടെ വെച്ച് ലോകത്തിൻ്റെ മാർഗദർശി എന്ന ഇബ്രാഹിമി പദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇബ്രാഹിമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ യൂദായുടെ മകനായ പെരസിൻ്റെ മകനായ സാൽമോൻ്റെ മകനായ ബോവസിൻ്റെ മകനായ ദാവീദ് നിർമ്മിച്ച ജെറുസലമിൽ നിന്ന് ദൈവിക മതത്തിൻ്റെ കേന്ദ്രം അവരുടെ എല്ലാം പൂർവ്വപിതാവും എന്നാൽ ആർക്കും തങ്ങളുടെ ഗോത്രപിതാവെന്ന് അവകാശവാദം ഉന്നയിക്കാനാവാത്ത വ്യക്തിത്വവുമായ ഇബ്രാഹിം നബി തന്നെ നിർമ്മിച്ച കഅബയിലേക്ക് പറിച്ചു നടുകയാണ്. ഈ പറിച്ചു നടലിന് നടുവിൽ നിർത്തി അതിന് ഇരുവശത്തുമായി പ്രതിഫലനങ്ങളായി വിന്യസിച്ചിരിക്കുന്ന ഈ ആയത്തുകളുടെ കൂട്ടത്തെ പഠനവിധേയമാക്കുമ്പോഴാണ് മധ്യമ സമുദായം എന്ന പ്രമേയത്തിനു ചുറ്റും അൽ ബഖറയിലെ ആയത്തുകൾ ഭ്രമണം ചെയ്യുന്നത് ആസ്വദിക്കാനാവുക. ഇസ്രായേലിയത്തിൽ നിന്ന് ഇസ്മായിലിയത്തിലേക്കല്ല, ഇബ്രാഹിമീയത്ത് ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ മാനവികതയിലേക്കുള്ള പരിവർത്തനമാണ് ഖിബ്ല മാറ്റത്തിലൂടെ നടന്നതെന്ന് മനസ്സിലാക്കാൻ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന 5-ാം കൂട്ടത്തിലെ 1-ാമത്തെ അഥവാ സൂറത്തിലെ 142-ാമത്തെ ആയത്തിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ മതി. കിഴക്കും പടിഞ്ഞാറുമെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഇനി എന്ത് ഗോത്രമഹാത്മ്യം, എന്ത് പ്രാദേശിക ഔന്നത്യം! ഈ മാറ്റം വഴി ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം സാക്ഷികളായി തീരാൻ പോവുകയാണ് മുഹമ്മദ് നബിയുടെ സമുദായം. അതാണ് സൂറത്തിൻ്റെ മധ്യത്തിലെ പ്രഖ്യാപനം. 286 വചനങ്ങളുള്ള സൂറത്തിൻ്റെ മധ്യത്തിൽ 143-ാം വചനത്തിൽ തന്നെ മധ്യമ സമുദായമായുള്ള നിയോഗത്തെയും അതിൻ്റെ ദൗത്യത്തെയും പറ്റിയുള്ള പരാമർശം വന്നത് യാദൃച്ഛികമാണെന്ന് കരുതുക വയ്യ. അതാണ് അള്ളാഹുവിൻ്റെ രീതി. ആർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധം തൻ്റെ വചനങ്ങളുടെ ക്രമം പോലും നിർണയിച്ചവനാണവൻ. ഖുർആനിൻ്റെ പൂഞ്ഞ എന്ന് മുഹമ്മദ് നബി വിശേഷിപ്പിച്ച സൂറത്തുൽ ബഖറയുടെ പൂഞ്ഞയാണ് ഈ നടുവിലെ വചനം. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും ദൂതൻ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി. അതെ, അതാണ് ഈ സൂറത്തിൻ്റെ പ്രമേയം. ഈ പ്രമേയത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോഴാണ് സൂറത്തിന് അള്ളാഹു നൽകിയ തലക്കെട്ടിനെയും യഥാവിധം ആസ്വദിക്കാനാവുക. അൽ ബഖറ എന്നാൽ കേവലം ഒരു പശുവല്ല,
പ്രത്യേകമായ പശുവാണ്. ദ കൗ എന്നാണ് ഇംഗ്ലീഷിലെ അതിനുള്ള പരിഭാഷ. ഈ സൂറത്തിലെ 67 മുതൽ 73 വരെയുള്ള വചനങ്ങളിലാണ് ആ പശുവെക്കുറിച്ച കഥനം കടന്നു വരുന്നത്. ഇതേപോലുള്ള ഒരു പശുവിനെപ്പറ്റി ബൈബിളിലെ സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിലും 19-ാം അധ്യായം ഖുർആൻ പ്രതിപാദിക്കുന്ന അനുസരണക്കേടിൻ്റെ ചിത്രീകരണം മറ്റെവിടെയുമില്ല. സ്വീകരിക്കാതിരിക്കുവാനുള്ള ഉപായങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അനാവശ്യമായ ചോദ്യം ചെയ്യലുകൾ വഴി വളരെ എളുപ്പത്തിൽ നടപ്പാക്കാമായിരുന്ന ഒരു ദൈവീക കൽപ്പനയുടെ പ്രയോഗവൽക്കരണം പ്രയാസകരമായി തീർന്ന കഥയാണത്. കഥാപാഠം നമുക്ക് അതേക്കുറിച്ച് വചനങ്ങൾ ആസ്വദിക്കുമ്പോൾ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ കൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്ന വിശ്വാസി സമൂഹത്തിനുണ്ടാവേണ്ട ഗുണത്തിൽ നിന്ന് യുക്തിബന്ധുരം എന്ന് തങ്ങൾ കരുതുന്ന ചോദ്യം ചെയ്യലുകൾ വഴി നന്മയ്ക്ക് പകരം വലിയ തിന്മയും പ്രയാസങ്ങളുമാണ് ഉണ്ടാവുക എന്ന പാഠത്തിൻ്റെ സൂചകമാണ് ഇവിടെ ആ പശു. സൂറത്തിൻ്റെ കേന്ദ്ര പ്രമേയത്തെ ഈ സൂചകം പ്രകാശമാനമാക്കുന്നു. പ്രവാചകൻ തങ്ങൾക്ക് സാക്ഷികളായ രീതിയിൽ മനുഷ്യർക്ക് മുഴുവൻ സാക്ഷികളാവേണ്ടവർ ദൈവിക കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് വേണ്ടതെന്നും, അല്ലെങ്കിൽ പശുവിൻ്റെ കാര്യത്തിൽ മൂസാ നബിയുടെ ജനതയ്ക്കുണ്ടായതുപോലെയുള്ള പ്രയാസങ്ങളിലേക്കാണ് അവർ ആപതിക്കുക എന്നുമുള്ള വലിയ സന്ദേശമാണ് ഈ തലക്കെട്ട് നൽകുന്നത്. 7 വചനങ്ങളിൽ പ്രതിപാദിച്ചു പോകുന്ന ഒരു കഥയിലെ ജീവി മാത്രമല്ല സൂറത്തിൻ്റെ തലക്കെട്ടായ അൽ ബക്കറ. സൂറത്തിൻ്റെ മൊത്തം പ്രമേയത്തെ ദ്യോതിപ്പിക്കുന്ന രൂപകമാണത്. ആശയബാഹുല്യങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കേണ്ട സൂറത്തിൻ്റെ കൊടുമുടി. ഈ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ടാണ് നാം സൂറത്തുൽ ബക്കറയെ ആസ്വദിച്ച് പഠിക്കേണ്ടത്. അതിനായുള്ള പരിശ്രമമാണ് അടുത്ത പുറങ്ങളിൽ.